പല പള്ളികളും ഞങ്ങളെ ഇത് പെർമിഷൻ വാങ്ങി സിനിമകൾ ഷൂട്ട് ചെയ്യും. തിരിച്ചു വരുമ്പോൾ ആ പടങ്ങൾ വരുമ്പോൾ ഞങ്ങളെ കളിയാക്കുക, ഞങ്ങളുടെ അച്ഛന്മാരെ കളിയാക്കുക, പള്ളിയെ കളിയാക്കുക, ഞങ്ങളുടെ വിശ്വാസത്തെ കളിയാക്കുക. ഇങ്ങനെയുള്ള രംഗങ്ങളൊക്കെ ധാരാളം കംപ്ലൈന്റുകൾ വന്നത് കാരണം പള്ളികൾ ഇനി ഷൂട്ടിങ്ങിന് കൊടുക്കണ്ട എന്ന് ഞാൻ ഓർഡർ ഇട്ടിരിക്കാനുള്ളത്. ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഇടവകയും ജനങ്ങളുമായിട്ടുള്ള ജീവിതത്തിനിടയിൽ അങ്ങനൊരു സാധ്യതയെക്കുറിച്ച് ചിന്തിച്ചില്ല. ഒടുവിൽ സഭയുടെ അംഗീകാരം അതിന് കിട്ടിയപ്പോൾ അഭിനയിക്കാനായിട്ട് സാധിച്ചു. തൃശൂർ അതിരൂപതയിലെ വൈദികൻ തന്നെ വൈദിക വേഷത്തിലെത്തുന്ന മലയാള സിനിമ ഉടൻ റിലീസാകും. ആലപ്പി അഷ്റഫ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം വിശ്വാസപൂർവ്വം പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് പറയുന്നത്. അടിയന്തരാവസ്ഥ കാലത്തെ അനുരാഗം എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ യേശുദാസും ശ്രേയ ഘോഷലും പാടുന്ന ഭക്തിഗാനങ്ങൾ ഇപ്പോൾ തന്നെ വൈറലായി കഴിഞ്ഞു. ക്രിസ്ത്യൻ കഥാപാത്രങ്ങൾ മാത്രമാണ് സിനിമയിലുള്ളതെന്നും തൃശൂർ അതിരൂപതാധ്യക്ഷന്റെ അനുമതിയോടെയാണ് യഥാർത്ഥ വൈദികനെ രൂപതയിൽ നിന്നും കണ്ടെത്തിയതെന്നും സംവിധായകൻ പറയുന്നു. ഞാൻ ആലപ്പി അഷ്റഫ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയാണ് അടിയന്തരാവസ്ഥ കാലത്തെ അനുരാഗം എന്നൊരു സിനിമ. ഈ അടിയന്തരാവസ്ഥ കാലത്തെ അനുരാഗം എന്ന് പേരിടാൻ കാരണം ഇത് 70 തൊട്ട് 80 വരെ 82 വരെയൊക്കെ നടക്കുന്ന ഒരു കഥയാണ്. ആ കഥ ശരിക്കും ഒരു നടന്ന സംഭവത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഞങ്ങൾ എടുത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. സിനിമ ഒരു രാഷ്ട്രീയ സിനിമ ചിത്രമല്ലെങ്കിലും കഥ കടന്നു പോകുന്ന കാലഘട്ടത്തിൽ ചില സൂചനകൾ ഞങ്ങൾ ഈ രാഷ്ട്രീയ സൂചനകൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം ഒരു ക്രിസ്ത്യൻ കുടുംബത്തിന്റെ ജീവിത കഥയാണ്. ശരിക്കും ഒരു നടന്ന സംഭവത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഒരു ഗ്രാമത്തിൽ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ക്യാരക്ടർ അല്ലാതെ ഒരു ക്യാരക്ടർ പോലും മറ്റ് റിലീജിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പോലും ഇതിനകത്ത് 100% ക്രിസ്ത്യൻ മൂവിയാണ്. ഇതാണ് ഇതിനകത്ത് ക്യാരക്ടേഴ്സ് എല്ലാം. അപ്പൊ അങ്ങനെ ഒരു കഥ വന്നപ്പോൾ ആ സംഭവത്തിൽ ശരിക്കും ആ കഥ നടക്കുന്ന സംഭവം വെച്ചാൽ ഒരു സത്യവിശ്വാസിയായ ഒരു ക്രിസ്ത്യൻ കുടുംബം, സത്യവിശ്വാസികളായ ക്രിസ്ത്യൻ കുടുംബം, അവര് പള്ളി വീട്ടും കാര്യങ്ങളുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. അതിലെ പോള് എന്ന് പറയുന്ന ആ കഥാ നായകന്റെ അപ്പൻ, ആ കുടുംബത്തിലെ കാരണവർ, അദ്ദേഹം ഒരു നാടക നടനാണ്. ഈ നാടകം എന്ന് പറയുന്നത് ബൈബിൾ നാടകമാണ്. അദ്ദേഹം ഈ ബൈബിൾ നാടകത്തിലും അദ്ദേഹം ക്രിസ്തുവിന്റെ വേഷമാണ് അഭിനയിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ രൂപസാദൃശ്യം ഏകദേശം മുടിയൊക്കെ വളർത്തി അതുപോലത്തെ സ്റ്റൈലിലാണ് അദ്ദേഹം കീപ്പ് ചെയ്യുന്നത്. അപ്പൊ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംഭവമാണ് ഇതിനകത്ത് പോകുന്നത്. ആ കാലഘട്ടത്തിലെ പള്ളി ഒക്കെ ഞങ്ങൾ അതേപടി ചിത്രീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം എന്റെയൊക്കെ ആ കോളേജ് സമയത്തും അല്ലെങ്കിൽ സ്കൂൾ സമയത്തൊക്കെ കാത്തലിക് ചർച്ചിലൊക്കെ ചെന്നാൽ അവിടെയൊക്കെ ആൾക്കാർ പാവങ്ങൾക്കെല്ലാം ഗോതമ്പ്, അവർക്ക് വേണ്ട എണ്ണ, അവർക്ക് വേണ്ട പാൽപ്പൊടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിതരണം ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ധാരാളം ഭക്ഷണ സാധനങ്ങൾ. അന്ന് ദാരിദ്ര്യം ഒരുപാട് നടമാടുന്ന കാലഘട്ടമാണ്. ഇന്നത്തെ തലമുറയ്ക്ക് അതൊന്നും അറിയില്ല. അന്ന് സുഭിക്ഷമായിട്ട് വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകും. പള്ളിയിൽ ചെന്നാൽ ആ ഭക്ഷണത്തിന്റെ സാധനങ്ങൾ നൽകും, വീട്ടിൽ കൊണ്ടുപോയി പാചകം ചെയ്ത് നൽകും. അപ്പൊ നമ്മൾ അതൊക്കെ ശരിക്കും ആ പള്ളിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുരിശിന്റെ അച്ഛൻ എന്ന് പറയുന്ന ഒരു വികാരി ക്യാരക്ടറുണ്ട്. അപ്പൊ ആ കഥാപാത്രത്തെ ഒരു അച്ഛനാണ്, അത് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ ആ ക്യാരക്ടറെ അവതരിപ്പിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ പ്രൊഡ്യൂസർമാരായ 2 പേരാണ്. അത് കുര്യച്ചൻ എന്നും ഒരു ടൈറ്റസ് ഗോമസ് എന്ന് പറയുന്ന അദ്ദേഹവും. അപ്പൊ അവരോട് ആലോചിച്ചു, നമുക്ക് ഇത് വലിയൊരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ്, ഇത് ചെയ്യാൻ ശരിക്കും ഒരു അച്ഛനെ തന്നെ കിട്ടാൻ വഴിയുണ്ട്. കലാകാരന്മാരായ അച്ഛന്മാരിൽ, പള്ളി അച്ഛന്മാരിൽ ഒരുപാട് കലാകാരന്മാരും ഞാൻ കണ്ടിട്ടുണ്ട്. പാട്ട് പാടുന്നവരുണ്ട്, അഭിനയിക്കുന്നവരുണ്ട്, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കുന്നവരുണ്ട്. ഒരുപാട് കലാഹൃദയമുള്ള ഇതുപോലത്തെ അച്ഛന്മാര് പലരും ഉള്ളതായിട്ട് എനിക്കറിയാം. അപ്പൊ ഞാൻ ചോദിച്ചു, ഇങ്ങനെ അഭിനയ താല്പര്യമുള്ള ആരെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ തപ്പി ഒരുപാട് അന്വേഷണം നടത്തിയപ്പോൾ ചില അച്ഛന്മാരെ പറഞ്ഞു കൊടുത്തത്, തൃശ്ശൂരിൽ ഇങ്ങനെ ആളുണ്ട്, അദ്ദേഹത്തിന്റെ പേര് പോൾ അമ്പൂക്കൻ എന്നാണ്, അദ്ദേഹം അവിടുത്തെ ഒരു പള്ളിയിലെ വികാരിയാണ്, ഞങ്ങൾ കാണാനിട്ട് കളയാന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ കാണാൻ ഞങ്ങൾ ചെല്ലുമ്പോൾ നല്ല സുന്ദരനായ അച്ഛൻ, നല്ല കാണാനും ഭംഗി, സിനിമയ്ക്ക് പറ്റിയ അച്ഛൻ, നല്ല പുസ്തകവും അതെല്ലാം ഉള്ള ഹാൻഡ്സം അച്ഛൻ. അച്ഛനോട് സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ
ചെയ്യുന്നതിന് വിഷയമൊന്നുമില്ല. പക്ഷെ എനിക്ക് അനുവാദവും കാര്യങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിച്ചോളുന്ന സഭയുടെ കാര്യങ്ങൾ. അങ്ങനെ ഞാൻ ആൻഡ്രൂസ് താഴത്തെ പിതാവിനെ പോയി കാണുന്നു. അദ്ദേഹം ആദ്യം പറഞ്ഞത്, ശരിക്കും അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ പള്ളികൾ പോലും ഇപ്പോൾ ഷൂട്ടിങ്ങിന് കൊടുക്കണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. കാരണം പല പള്ളികളും ഞങ്ങളെ ഇത് പെർമിഷൻ വാങ്ങി സിനിമകൾ ഷൂട്ട് ചെയ്യും. തിരിച്ചു വരുമ്പോൾ ആ പടങ്ങൾ വരുമ്പോൾ ഞങ്ങളെ കളിയാക്കുക, ഞങ്ങളുടെ അച്ഛന്മാരെ കളിയാക്കുക, പള്ളിയെ കളിയാക്കുക, ഞങ്ങളുടെ വിശ്വാസത്തെ കളിയാക്കുക, ഇങ്ങനെയുള്ള രംഗങ്ങളൊക്കെ ധാരാളം കംപ്ലൈന്റുകൾ വന്നത് കാരണം പള്ളികൾ ഇനി ഷൂട്ടിങ്ങിന് കൊടുക്കണ്ട എന്ന് ഞാൻ ഓർഡർ ഇട്ടിരിക്കാൻ പറഞ്ഞു. അദ്ദേഹം ഓർഡർ ഇട്ടിട്ട് ഇരിക്കുന്നു പിതാവ് പറഞ്ഞു. ഞാൻ പറയും, പിതാവെ അങ്ങനെയല്ല സംഭവം, ഞാൻ അതുകൊണ്ടാണ് വന്നത്. ഇത് ക്രിസ്ത്യാനിറ്റിയെ ഒരു വിധത്തിലും ബാധിക്കുന്ന ഒരു സംഭവമില്ല. അതിന് ഞങ്ങൾ അതിന്റെ സത്യസന്ധമായ അവരുടെ നന്മകളാണ് ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞു. ഇതിനകത്ത് ഒരു ഗാനം ഞാൻ അതിനെപ്പറ്റി പറഞ്ഞു പിതാവ്. അതായത് ആ ക്രിസ്ത്യൻ ഗാനം കംപ്ലീറ്റ് ബൈബിൾ വചനങ്ങൾ വെച്ചൊരു പാട്ടാണ്. അത് ശ്രേയാ ഘോഷൽ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഇന്നത്തെ ഇന്ത്യ മുഴുവൻ പ്രശസ്തയായ ആ ഗായികയെ കൊണ്ട് ഞങ്ങൾ ബോംബെയിലാണ് റെക്കോർഡ് ചെയ്യിച്ചെടുത്തത്. സ്വർഗത്തിൽ വാഴും യേശുനാഥ എന്ന് പറയുന്ന ആ ഗാനം അവരാദ്യമായിട്ട് ശ്രേയാ ഘോഷൽ ഒരു ഡിവോഷൻ, ക്രിസ്ത്യൻ ഡിവോഷൻ പാടുന്നതാണ് ആ പാട്ട്. അപ്പൊ ആ പാട്ട് ശരി, അത് സമ്മതിച്ചു. ഞാൻ പറയും, യേശുദാസ് പാടുന്നുണ്ട്, അതും ക്രിസ്ത്യൻ ഡിവോഷൻ സോങ്ങാണ്. ഇതിനകത്ത് ഇങ്ങനെ ഒരു അച്ഛന്റെ ക്യാരക്ടറാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ അനുവാദം കിട്ടുമെങ്കിൽ നമുക്ക് അദ്ദേഹം ഒരുപാട് ആലോചിച്ച് പല ഇതും പറഞ്ഞു. പക്ഷെ ഞാൻ പറയുന്ന ഈ കഥയുടെ കാര്യങ്ങളും പാട്ടുകളും കേട്ട് അദ്ദേഹം എന്നെ വിശ്വാസത്തിലെടുത്തു. ശരി, ഒരു അപേക്ഷ കൊടുക്കാൻ പറയാം, ഞാൻ ഏതായാലും എതിർക്കാനോ നിൽക്കരുത്, നിങ്ങളുടെ കാര്യങ്ങൾ നല്ലപോലെ നടക്കട്ടെ എന്ന് അദ്ദേഹം അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് യഥാർത്ഥ അച്ഛനെ തന്നെ ഈ റോള് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കിട്ടുന്നു. പള്ളികൾ കിട്ടുന്നു, ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നു. അതിമനോഹരമായ എനിക്ക് ആ അച്ഛനെ കിട്ടിയത് കൊണ്ടുള്ള ഗുണം, പോൾ അമ്പൂക്കൻ എന്ന് പറയുന്ന ആ അച്ഛനെ കിട്ടിയത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത്, ഇത് സാധാരണ സിനിമയിൽ ഈ പള്ളികളിൽ കുർബാനയും അതിലൊക്കെ ചിത്രീകരിക്കുമ്പോൾ ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ വരാറുണ്ട്. പ്രത്യേകിച്ച് അന്യമതസ്ഥരായ എന്നെപ്പോലുള്ള ആളുകൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്കെല്ലാം അച്ഛൻ നിന്ന് പറഞ്ഞു തന്നു, ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. കുമ്പസാരമുണ്ട്, കുർബാനകളിലുണ്ട്, പാട്ടുണ്ട്, കൊയർ സോങ് ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ അതെല്ലാം വളരെ മനോഹരമായിട്ട് ചിത്രീകരിക്കാൻ എനിക്ക് അച്ഛനും, അതുപോലെ കൂടാതെ ഞങ്ങൾ അകത്തുമുറി എന്ന് പറയുന്ന ഒരു കൊല്ലം ജില്ലയിലുള്ള ഒരു ഉൾഗ്രാമത്തിലാണ്. പക്കം ഇതിനൊക്കെ അടുത്ത് പക്കം എന്ന് പറയുന്ന സ്ഥലം വർക്കലയ്ക്കൊക്കെ ഇടയിലായിട്ട് നിൽക്കുന്ന സ്ഥലമാണ്. പഴയ ഗ്രാമം. ഈ 1970 കാലഘട്ടത്തിന്റെ പള്ളി ചേഞ്ച് വരാത്തൊരു സ്ഥലം നമുക്ക് കിട്ടുമെന്ന് വെച്ചാൽ അങ്ങോട്ട് പോയി അവിടുത്തെ പള്ളി വികാരിമാരും നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. വലിയൊരു മഹത്തായ ഒരു സംരംഭം ആ കാലഘട്ടത്തെ കുറിച്ച് എടുക്കാൻ സാധിച്ചത് വളരെ വളരെ എനിക്ക് അഭിമാനമുണ്ട്. അതിനകത്ത് ഒരുപാട് ക്രിസ്ത്യൻ അച്ഛന്മാരും അല്ലെങ്കിൽ പിതാവും എല്ലാം നമ്മൾ ഒരുപാട് അതിനുവേണ്ടി സഹായിച്ചു, അവർ പ്രാർത്ഥിച്ചു. തീർച്ചയായിട്ടും ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ശ്രേയാ ഘോഷലിന്റെ ആ പാട്ട് ഞാൻ പറയുന്നു, അത് കാലാകാലങ്ങളിൽ കാലാതീതമായി എന്നും സൂക്ഷിക്കാവുന്ന ബൈബിൾ വചനങ്ങൾ മാത്രമുള്ള ഒരു പാട്ടാണ്. ആ പ്രാർത്ഥനാ ഗാനം എന്നും നിലനിൽക്കും. ആ പാട്ട് ഉറപ്പാണ്. യേശുദാസ് പാടിയ പാട്ടും അതുപോലെ തന്നെ അത് വരുന്നൊരു ഒരു മരണ സിറ്റുവേഷനിൽ പാടുന്ന ഒരു പാട്ടാണ്. അത് വേറെ സംഭവം. പക്ഷെ ശ്രേയാ ഘോഷലിന്റെ പാട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ ഒരു പാട്ട് അല്ലാത്തൊരു സോങ് കൊണ്ട് നായകനും നായികയും തമ്മിലുള്ള പ്രണയ ഒരു ഗാനം 3 പാട്ടാണ് 10. അപ്പൊ എന്തുകൊണ്ടും അങ്ങനെ ഒരു സംഭവത്തിലോട്ട് എനിക്ക് കടക്കാൻ പറ്റിയതും അങ്ങനെ ഒരു കഥയെ തിരഞ്ഞെടുക്കാൻ പറ്റിയതും അത് വളരെ മഹത്തരമായിട്ട് ചിത്രീകരിക്കാൻ പറ്റിയതും ആ കാലഘട്ടത്തിന് അതേപടി കാണിക്കാൻ പറ്റിയതുമെല്ലാം ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ആ സിനിമ കണ്ട് അതിന്റെ അഭിപ്രായങ്ങൾ അത് രേഖപ്പെടുത്തി അത് എല്ലാവരോടും പറഞ്ഞ് തീർച്ചയായിട്ടും ആ പടം കണ്ടിരിക്കണം എന്ന് ഞാൻ എല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഫാദർ പോൾ അമ്പൂക്കനാണ് വൈദിക വേഷത്തിലെത്തുന്നത്. സിനിമയിൽ ഈ വൈദികന് നിർണായകമായ സ്വാധീനമാണുള്ളത്. ഇടവകയുടെ പശ്ചാത്തലത്തിൽ ചെയ്ത ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഫാദർ പോളും പറയുന്നു. പ്രേക്ഷകർക്ക് നമസ്കാരം. ഞാൻ ഫാദർ പോൾ അമ്പൂക്കൻ. ആലപ്പി അഷ്റഫിന്റെ അടിയന്തരാവസ്ഥക്കാലത്തെ അനുരാഗം എന്ന സിനിമയിലേക്കുള്ള വിളി തികച്ചും യാദൃശ്ചികമായിരുന്നു. ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഇടവകയും ജനങ്ങളുമായിട്ടുള്ള ജീവിതത്തിനിടയിൽ അങ്ങനൊരു സാധ്യതയെക്കുറിച്ച് ചിന്തിച്ചില്ല. ഒടുവിൽ സഭയുടെ അംഗീകാരം അതിന് കിട്ടിയപ്പോൾ അഭിനയിക്കാനായിട്ട് സാധിച്ചു.
ഇക്കാക്കും കുര്യച്ചൻ സാറിനും പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. എപ്പോഴും നമ്മൾ സിനിമ കാണുമ്പോൾ മനസ്സ് നിറയുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരണമെന്ന് പലപ്പോഴും പല സിനിമകളിലും കാണുമ്പോഴായിട്ട് ആഗ്രഹിക്കാറുണ്ട്. ഏതാണ്ട് ആ തരത്തിൽ തന്നെ മനോഹരമായൊരു കുടുംബ ചിത്രമാണ്. തികച്ചും ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിൽ, ഒരു ഇടവകയുടെ പശ്ചാത്തലത്തിൽ മനോഹരമായ ചിത്രത്തിന്റെ, ഒരു പ്രണയത്തിന്റെയും അല്പം സംഘർഷങ്ങൾ നിറഞ്ഞ ജീവിതാവസ്ഥകളുടെയും കഥ പറയുന്ന ഒരു സിനിമയാണ്. കണ്ട് ഇറങ്ങുമ്പോൾ മനസ്സ് നിറയുന്ന ഒരു വല്ലാത്തൊരു അനുഭവം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകുമെന്ന് ഉറച്ച ബോധ്യം എനിക്കുണ്ട്. എല്ലാവരെയും സ്നേഹപൂർവ്വം സിനിമയിലേക്ക് ക്ഷണിക്കുകയാണ്. നന്ദിയോടെ, ഫാദർ പോൾ അമ്പൂക്കൻ. അക്രമവും അധമവാസനകളും അമിതമായി കുത്തിനിറച്ചെത്തുന്ന സിനിമകളിൽ നിന്നും ഈ കുടുംബചിത്രം വേറിട്ടു നിൽക്കുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ക്രൈസ്തവ ലോകവും സിനിമാ പ്രേമികളും.